നമ്മുടെ വയനാടൻ ട്രിപ്പിൻ്റെ ഡേ 2 ആണ് ഇന്ന്. അപ്പോൾ രാവിലെ തന്നെ ലേ ചെയ്തതിലെ നൈറ്റ് സ്റ്റേ ഒക്കെ കഴിഞ്ഞ് മോർണിംഗ് നമ്മൾ എണീറ്റു. ആക്ച്വലി ഞാൻ മാത്രമേ എണീറ്റുള്ളൂ. ഞാൻ എണീറ്റു, ഒരു നൈസ് കോഫിയൊക്കെ ഇട്ട് ജസ്റ്റ് മോർണിംഗ് വൈബൊക്കെ ആസ്വദിക്കാമെന്ന് വെച്ച് ബാൽക്കണിയിലൊക്കെ ഇറങ്ങി നിന്നു. ശരിക്കും നല്ലൊരു പീസ്ഫുൾ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ. എന്ന് വെച്ചാൽ നമ്മൾ കുറേ ഒത്തിരി ബഹളങ്ങളും തിരക്കുകളും ഒന്നും ഇല്ലാത്ത ഒരു സൈലൻസ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ. നമ്മൾ ശരിക്കും ഭയങ്കര റിലാക്സ്ഡ് ആവും അവിടെ നമ്മളിങ്ങനെ സ്റ്റേ ചെയ്യുന്ന സമയത്ത്. എനിവേ, ഇതൊരു പ്രൊമോഷനും കാര്യങ്ങളൊന്നും അല്ല, ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളോട് ഷെയർ ചെയ്തതേ ഉള്ളൂ. രാവിലെ തന്നെ ഞാൻ ജസ്റ്റ് പൂളിൻ്റെ അവിടെയൊക്കെ പോയി കുറച്ച് നേരം അവിടെ ഊഞ്ഞാലുണ്ടായിരുന്നു, അതിനകത്തൊക്കെ ജസ്റ്റ് കുറച്ച് നേരം ഇരുന്ന് ഒറ്റയ്ക്ക് വൈബടിച്ചു. കാരണം അവരെ എണീറ്റിട്ടില്ലായിരുന്നു. ഞാനും ജിമിജാൻ നിമ്മയാണ് ഈ ഒരു പ്രൈവറ്റ് വില്ലയിൽ താമസിച്ചത്. മമ്മിയും പപ്പായ്ക്കും മേളിലായിരുന്നു റൂം. അവരുടെ റിസപ്ഷൻ്റെ സൈഡിൽ തന്നെ ഒരു സെപ്പറേറ്റ് റൂം ഉണ്ടായിരുന്നു, അവിടെയായിരുന്നു മമ്മി പപ്പായും. പിന്നെ നമ്മൾ വൈകുന്നേരം മമ്മിയൊക്കെ താഴെ വന്ന് പ്രൈവറ്റ് പൂളിലൊക്കെ അവിടെ വന്നിരുന്നായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവർ ഉറങ്ങാൻ നേരത്ത് അങ്ങ് മേളിൽ കയറിപ്പോയി. രാവിലത്തെ അവിടുത്തെ ഒരു വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി മഞ്ഞ് ഇങ്ങനെ മൂടിക്കിടക്കുമായിരുന്നു നമ്മൾ എണീറ്റ സമയത്ത്. പിന്നെ ഞാനിങ്ങനെ താഴെ ഇറങ്ങി വന്നപ്പോഴത്തേക്കിനും നമ്മുടെ സുന്ദരിമാരെ എണീറ്റു. അമ്മയിലൂട്ടനും ആൻഡ്രൂ എണീറ്റ് വന്നു. മാവിയേ എന്ന് പറഞ്ഞു വന്നു. അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ അവളുമാരും ഞാനും നിമ്മയും, ജിമ്മിച്ച അപ്പോഴും എണീറ്റിട്ടില്ല. അപ്പോൾ ഞാനും നിമ്മയും പിള്ളേരും കൂടെ അവിടെയൊക്കെ നമ്മൾ ചുറ്റും ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ കറങ്ങി നടന്ന് ഇങ്ങനെ കണ്ടു. ശരിക്കും ഞാനിങ്ങനെ ഓർക്കും പലപ്പോഴും, ഇവരൊക്കെ വളർന്ന് വലുതായി വരുമ്പം ഇവരൊക്കെ ഇച്ചിരിയെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ ആണ്ടും ഒക്കെ ഇങ്ങനെ ഓർക്കുമായിരിക്കും, മാവിയായിട്ട് ഞങ്ങൾ അന്ന് പണ്ട് പോയിരുന്നു, ഇന്ന സ്ഥലത്ത് ഇങ്ങനെ പോയിരുന്നു. കാരണം എനിക്ക് എൻ്റെ ചൈൽഡ്ഹുഡിൽ കുറേ മെമ്മറീസൊക്കെ ഇപ്പോഴും എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതും അവരും ഇങ്ങനെ ഓർക്കുമായിരിക്കും എന്നൊക്കെ ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കും. നമ്മൾ ഫാമിലിയായിട്ട് ഞങ്ങൾ എവിടെ ട്രിപ്പ് പോയാലും ഞങ്ങൾ ഒരേ വൈബായിരിക്കും. ഞങ്ങളെല്ലാവരും ഒരേ വൈബായതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനത്തെ കോൺഫ്ലിക്ട്സും കാര്യങ്ങളൊന്നും അധികം അങ്ങനെ ഉണ്ടാവാറില്ല. പിന്നെ ഞങ്ങൾ കുറേ നേരം അവിടെ പുറത്ത് നിന്നപ്പോഴത്തേനും അമ്മയും പപ്പയും കൂടി ഇറങ്ങി വന്നു. രാവിലെ അവർ കോഫിയൊക്കെ ഇട്ട് കുടിച്ച് ജസ്റ്റ് ഞങ്ങളുടെ റൂമും കൂടെ ഒക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് താഴേക്ക് ഇറങ്ങി വന്നു. പിന്നെ ഞാനും ജിമ്മിച്ചാനും കുറച്ച് നേരം പൂളിൽ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ റെഡിയായി. നേരത്തെ ഇറങ്ങണം, കാരണം നമുക്ക് അങ്ങ് വീട്ടിൽ തിരിച്ച് നിന്ന് പോകാനുള്ള പ്ലാനിലായിരുന്നു. അങ്ങനെ ഞാനും ആൻഡ്രൂവും വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അവിടെ ഈ പത്തിരി പിന്നെ നമ്മൾ നൈറ്റിൽ ഫുഡ് മേടിച്ചതിൻ്റെ ലെഫ്റ്റ് ഓവർ ഉണ്ടായിരുന്നത് കൊണ്ട് നമ്മൾ ചിക്കൻ കറിയും ചപ്പാത്തിയൊക്കെ ബാക്കിയുള്ളതും അതും കൂടെ നമ്മൾ രാവിലെ കഴിച്ചു. അങ്ങനെ ഞങ്ങൾ കഴിപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അവിടുത്തെ ഫുഡെന്ന് പറഞ്ഞാൽ നമ്മൾ നൈറ്റിൽ അവിടെ ഫുഡ് അവൈലബിൾ അല്ലായിരുന്നു. നമ്മൾ പുറത്തുനിന്ന് സ്വിഗ്ഗി വഴി ഓർഡർ ചെയ്ത് നമ്മൾ ഫുഡ് മേടിച്ചത്. അവിടെ കോംപ്ലിമെൻ്റ് ആയിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ അവിടെയൊക്കെ ജസ്റ്റ് ചുമ്മാ നടന്ന് അവർ ഫുഡ് കഴിക്കുന്ന സമയം കൊണ്ട് ഞാനും അമ്മയാണ് കേട്ടോ എൻ്റെ വീഡിയോഗ്രാഫർ. അമ്മ അടിപൊളിയായിട്ട് ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുക്കും. അതുകൊണ്ട് ഞാൻ അമ്മയുടെ അടുത്ത് ഏൽപ്പിക്കും എൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ അവിടെയൊക്കെ ഇങ്ങനെ നടന്ന് രാവിലത്തെ ജസ്റ്റ് വ്യൂ ഒക്കെ ഇങ്ങനെ പിടിച്ച് മൊത്തം ഇങ്ങനെ എല്ലാം ഇങ്ങനെ എൻ്റെ ഫോണിൽ സേവ് ചെയ്ത് വയ്ക്കും ഞാൻ എൻ്റെ വെക്കേഷൻ നടക്കുന്ന എല്ലാ കാര്യങ്ങളും. എന്നിട്ട് ഞാൻ തിരിച്ചു പോകുന്ന സമയത്ത് അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഇങ്ങനെ ഇരുന്ന് കണ്ട് എൻജോയ് ചെയ്യുന്നതാണ് എൻ്റെ മെയിൻ ഹോബി. എന്തായാലും അവിടുത്തെ സ്ഥലം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ചെന്ന സമയത്ത് നല്ല മഴയും നല്ലൊരു തണുപ്പൊക്കെ ഉള്ളൊരു കാലാവസ്ഥയായിരുന്നു. പക്ഷേ പൂളിൽ ഇറങ്ങാൻ ഇത്രയും മഴയുടെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പൂളിൽ ഇറങ്ങുമ്പോൾ നമുക്ക് പിന്നെയും തണുക്കും. അപ്പോൾ ഇച്ചിരി ചൂടുള്ള കാലാവസ്ഥയായിരിക്കും പൂളിലൊക്കെ ഇറങ്ങാൻ നല്ലത്. പിന്നെ അവിടുത്തെ മൊത്തത്തിലൊരു ആംബിയൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. വളരെ നല്ലൊരു സർവീസും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവിടെ. പിന്നെ ഞങ്ങൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് മമ്മിയുടെ ഫോട്ടോസ് എടുത്തു കൊടുത്തു കുറച്ച്. പിന്നെ എനിക്ക് റീലിന് വേണ്ടിയിട്ട് മമ്മി കുറച്ച് വീഡിയോസൊക്കെ എടുത്തു തന്നു. അങ്ങനെ ഞങ്ങൾ അവർ ഫുഡൊക്കെ കഴിച്ചപ്പോഴത്തേക്കിനും ഇറങ്ങി വന്നു. പിന്നെ നമ്മളിനിയിപ്പോൾ തിരിച്ച് ഒറ്റയൊരു സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ ഒറ്റ യാത്രയ്ക്ക് നമ്മൾ വീട്ടിലെത്താനുള്ള പരിപാടിക്കാണ്. പിന്നെ ലേ ഏതെങ്കിലും നമ്മൾ പോയതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഞങ്ങൾ കുറച്ച് അവിടെ നിന്നിട്ട് ഫാമിലി ഫോട്ടോസൊക്കെ എടുത്തു. നമ്മളെല്ലാവരും കൂടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഇവരുടെ കുറച്ച് കപ്പിൾ റീൽസും ഞാൻ എടുത്തു കൊടുത്തു. നിമ്മയും ജിമ്മിച്ചാനും ഇങ്ങനെ നടക്കുന്ന വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ കുറച്ച് നേരം കൂടെ ഒക്കെ അവിടെ നിന്നു.
അങ്ങനെ ഏകദേശം 9:30 10 മണി ആ സമയത്തോടെ നമ്മൾ ഇതിനോട് വിട പറഞ്ഞു. അവിടുന്ന് തിരിച്ചു പോകുന്ന വഴിയിലാണെങ്കിലും നല്ല അതിമനോഹരമായ കാഴ്ചകളായിരുന്നു. നമ്മൾ കോഴിക്കോടിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ച് ഇതുവരെ കാണാത്ത കോഴിക്കോടിൻ്റെ സ്ഥലങ്ങളിലൂടെയൊക്കെ ഇതിനു മുമ്പേ കോഴിക്കോട് പോയിട്ടുള്ളത് പോലെയാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഇതിന് നല്ല സ്ഥലങ്ങളായിരുന്നു ഇവിടുന്ന് പോകുന്നത്. നമ്മുടെ ആ ഒരു നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നമ്മുടെ മുന്നിൽ നോക്കി നല്ല പർവ്വതനിരകളാണ്. ലൈക്ക് നല്ലൊരു ഭംഗിയുള്ളൊരു കാഴ്ചയാണ് ശരിക്കും. നമ്മുടെ കേരളത്തിൽ ഇത്രയും ഭംഗിയുള്ള കാഴ്ചകൾ, അയർലൻഡിൽ ഞാൻ കുറേ നല്ല കാഴ്ചകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മുടെ കേരളത്തിൽ വന്നിട്ട് ഇത്രയും നല്ലൊരു വ്യൂവും ഇത്രയും നല്ലൊരു കാഴ്ചയൊന്നും ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ പോകുന്ന വഴിയിലെല്ലാം കാഴ്ചകൾ മൊത്തം ഞാൻ എൻ്റെ മൊബൈലിൽ പകർത്തിയെടുത്തു. ഐഫോൺ മേടിച്ചത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനം വേണ്ടതെന്ന് നിമ്മ എപ്പോഴും പറയുന്നത് പോലെ എല്ലാ വീഡിയോസും ഞാൻ ഇങ്ങനെ സേവ് ചെയ്ത് എൻ്റെ മൊബൈലിൽ വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ യൂട്യൂബിൽ ഇടുന്നത് തന്നെ ഭാവിയിൽ എപ്പോഴെങ്കിലുമൊക്കെ എനിക്കും എടുത്തു വെച്ച് ഇങ്ങനെ കാണാമല്ലോ എന്നുള്ളൊരൊറ്റ ഉദ്ദേശം കൊണ്ട് മാത്രമാണ്. പിന്നെ ഞങ്ങൾ വന്നപ്പോൾ അങ്ങനെ വയനാട് ബോർഡർ എത്തി. താമരശ്ശേരി ചുരം വീണ്ടും ഇറങ്ങി പോകണമല്ലോ, നമ്മൾ ഇറങ്ങിപ്പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് നിർത്തിയിട്ട് നമ്മളവിടെ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി നിർത്തി. അപ്പം അവിടെ നിന്നൊന്ന് കാണുന്ന ഒരു വ്യൂ, ഒരു അടിപൊളി വ്യൂ ആണ്. നമുക്ക് ആ കയറി വരുന്ന ആ ചുരത്തിൻ്റെ ആ ഒരു എസ് വളവും ഫുൾ ഹെയർ പിന്നൊക്കെ ഉള്ള സ്ഥലങ്ങൾ ഫുള്ളും നമുക്ക് മേളിൽ നിന്ന് കാണാൻ പറ്റും. അവിടെ ചെറിയ കുരങ്ങന്മാരുണ്ടായിരുന്നു, മൊബൈലിൽ തട്ടിയെടുക്കാൻ വരുവാണെന്ന് തോന്നുന്നു അവർ. എനിവേ കുറച്ച് നേരം നമ്മൾ അവിടെ നിന്ന് അവിടുത്തെ ആ ഒരു വ്യൂവും ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് അത് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ അവിടുന്ന് നേരെ വീണ്ടും ചുരം ഇറങ്ങി താഴേക്ക് പോയി. ഇതൊക്കെ വയനാടിൻ്റെ ഭംഗി ആസ്വദിക്കാൻ വരുന്നവരാണെന്ന് എനിക്ക് തോന്നുന്നു. കുറേ ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ടായിരിക്കുമല്ലോ. എന്തായാലും വളരെ ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു അവിടെ. ഞങ്ങൾക്ക് ഇത്രയും നാളത്തെ യാത്രയിൽ ഭയങ്കര ഒരു എന്താ പറയുന്നത്, നേച്ചറിൻ്റെ ഭംഗി ഒരുപാട് ആസ്വദിക്കാൻ പറ്റിയൊരു ട്രിപ്പ് തന്നെയായിരുന്നു ഇത്. അങ്ങനെ ഏകദേശം 6 മണി 5:30 ആ സമയമായപ്പോഴത്തേക്കും നമ്മൾ തൃശ്ശൂർ എത്തിയതേ ഉള്ളൂ. അങ്ങനെ തൃശ്ശൂരിൽ നിന്ന് നമ്മളൊരു ചായയൊക്കെ കുടിച്ചു, പഴംപൊരിയൊക്കെ കഴിച്ചു അവിടുന്ന് ജസ്റ്റ്. പിന്നെ നമ്മൾ പാല എത്തിയപ്പം വൈകുന്നേരം നമ്മൾ അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ 12 മണി 1 മണി ആവാതെ വീട്ടിലെത്തത്തില്ല എന്ന് എന്തായാലും ഉറപ്പായിരുന്നു. അങ്ങനെ നമ്മൾ പാലയിൽ നിന്നൊരു തട്ടുകടയിൽ കയറി ദോശയും ചട്നിയും ചിക്കൻ ഫ്രൈ ഒക്കെ കഴിച്ചു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അവിടുത്തെ ചിക്കൻ ഫ്രൈക്കൊക്കെ. അങ്ങനെ 12:30 1 മണി ഏകദേശം ആ സമയമൊക്കെ ആയി നമ്മൾ ശരിക്കും വീടെത്തിയപ്പോൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ Day 2 വിശേഷങ്ങൾ. അടുത്ത വിശേഷമായി പിന്നെ കാണാം. ബൈ.